ഇന്നലെ കിട്ടേണ്ട ബെയിൽ ഒരു ദിവസം വൈകിപ്പിച്ചു. ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ് ഇന്നലെ കിട്ടുമെന്നുള്ളത്. ഞങ്ങളിവിടെ കാത്തുകെട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ രാവിലെ ഞങ്ങൾ 9:30 അവരെ കണ്ടു. 9:30 അവരെ കണ്ടപ്പോൾ ഈ കോടതിയിൽ നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. ഞങ്ങളൊരു കാര്യം ഉറപ്പു നൽകി, നിങ്ങൾക്ക് ബെയിൽ കിട്ടുന്നവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, നിങ്ങളെ സുരക്ഷിതമായി എത്തിക്കുന്നു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സിസ്റ്ററിന്റെ ബ്രദറാണ്. ഇവിടെ ജോസഫ് നിൽക്കുന്നത്. ഏതൊക്കെയാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളില്ല. ഏതൊക്കെയാലും സത്യം ജയിച്ചു. നമുക്ക് അല്പം ആശ്വാസം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, മദർ തെരേസമാരെ ഈ പറയുന്ന ജയിലിൽ അടച്ചത് നമ്മുടെ മതേതര ഭാരതത്തിന് തന്നെ കളങ്കം സൃഷ്ടിച്ചതാണ്. ഇത് 8 ദിവസം കഴിഞ്ഞ് തടങ്കിൽ കിടക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ജാമ്യം ലഭിച്ചു. പക്ഷെ അത് മാത്രം പോരാ. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കുറ്റക്കാരനല്ല എന്ന് കണ്ട സ്ഥിതിക്ക് അവര് തന്നെ എഴുതി കൊടുക്കണം, ഈ ഭരണകൂടം എഴുതി കൊടുക്കണം കുറ്റക്കാരനല്ല എന്ന്. എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തുള്ളൂ. അതിനുള്ള സമ്മർദ്ദമാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വർഗീയ കക്ഷികൾ അവരെ അക്രമം പോലീസിന് മുമ്പിൽ നടത്തിയപ്പോൾ ആ പോലീസ് കേസെടുക്കണം, അവർക്കെതിരെ, ഈ അക്രമം നടത്തിയ വർഗീയ കക്ഷികൾക്കെതിരെ കേസെടുക്കണം, അതിനുവേണ്ടിയുള്ള നടപടികളും എടുക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം. ഇതൊരു സഹനത്തിന്റെ ഒരു സൂചനയാണ്. ഇത് 2 സിസ്റ്റേഴ്സിന്റെ അല്ല, ഒരു സമൂഹത്തിന്റെ, ഈ രാജ്യത്തിന്റെ അവകാശത്തിന്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്.